ഹലോ, എല്ലാവർക്കും ഇന്റഗ്രൽ ഇൻഫിനിറ്റി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് ഭാരതീയ ഗണിതശാസ്ത്രജ്ഞരുടെ സംഭാവനകൾ പരിചയപ്പെട്ടാലോ? മുൻപ് നടന്ന HSI ഇന്റർവ്യൂകൾക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് വന്നിരുന്ന ഒരു ഭാഗമാണ് ഭാരതീയ ഗണിതശാസ്ത്രജ്ഞരും അവരുടെ സംഭാവനകളും. ഇനിയും ഇന്റർവ്യൂവിന് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണിത്. അതുകൊണ്ട് ഇനി വരുന്ന ഇന്റർവ്യൂകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇത് ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് തുടങ്ങിയാലോ? ആദ്യമായി നമുക്ക് ആര്യഭടന്റെ സംഭാവനകൾ പരിശോധിക്കാം. എർത്ത് റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് ആക്സിസ്. അതായത് ഭൂമി നിശ്ചലമാണെന്ന് ലോകം വിശ്വസിച്ചിരുന്ന കാലത്താണ് ആര്യഭടൻ ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു എന്ന വിപ്ലവകരമായ ആശയം അവതരിപ്പിച്ചത്. അടുത്തത്, he generalized solutions for linear Diophantine equations. ഒരു ലീനിയർ ഡയഫന്റൈൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നോ അതിലധികമോ അജ്ഞാത സംഖ്യകൾ അല്ലെങ്കിൽ നമ്മുടെ വേരിയബിൾസ് അതുള്ളതും എന്നാൽ അവയുടെ ഉത്തരം പൂർണ്ണസംഖ്യകൾ അല്ലെങ്കിൽ ഇന്റിജേഴ്സ് മാത്രമായിരിക്കുന്നതുമായ സമവാക്യമാണ്. അതായത് നമ്മൾ സാധാരണ ബീജഗണിതത്തില് സമവാക്യത്തിന് ദശാംശ സംഖ്യകളോ ഭിന്നക സംഖ്യകളോ എന്ത് വേണമെങ്കിലും ഉത്തരമായിട്ട് വരാം. പക്ഷേ ലീനിയർ ഡയഫന്റൈൻ സമവാക്യത്തില് പൂർണ്ണസംഖ്യകൾ അല്ലെങ്കിൽ ഇന്റിജേഴ്സ് മാത്രമേ ഉത്തരങ്ങളായി വരാകൂ. അത് മാത്രമേ അതിനകത്ത് സ്വീകാര്യമായ വിലകളായി പരിഗണിക്കൂ. ഇത്തരം സമവാക്യങ്ങൾ നിർദ്ധാരണം ചെയ്യാൻ ആര്യഭടൻ കുട്ടക മെത്തേഡ് കണ്ടുപിടിച്ചു. അതായത് കുട്ടക ഗണിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഖ്യകളെ വിഭജിച്ച് അല്ലെങ്കിൽ പൾവറൈസ് ചെയ്ത് ഉത്തരം കണ്ടെത്തുന്ന ഒരു രീതിയാണ്. കുട്ടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള ഭാഷയിൽ പൊടിക്കുക എന്നാണ് അർത്ഥം. ഇവിടെ ശിഷ്ടം അടിസ്ഥാനമാക്കി ഗ്രഹങ്ങളുടെ സ്ഥാനം കണ്ടെത്താനാണ് അദ്ദേഹം ഈ കുട്ടക മെത്തേഡ് സാധാരണ ഉപയോഗിച്ചു പോയത്. He gave an approximate value of pi where pi equal 3.1416. അതായത് ആര്യഭടൻ പൈയുടെ മൂല്യം ഏകദേശം കണക്കാക്കി. അദ്ദേഹം പ്രസ്താവിച്ചത് 100നോട് 4 കൂട്ടി 8 കൊണ്ട് ഗുണിച്ച് 62,000 ചേർക്കുക. അപ്പോൾ 20,000 വ്യാസമുള്ള ഒരു വൃത്തത്തിന്റെ ഏകദേശ ചുറ്റളവായ ഒരു വില നമുക്ക് കിട്ടും. അതിൽ നിന്നും പൈ ഈക്വൽ 3.1416 എന്ന് നമുക്ക് വില കണക്കാക്കാം, ഏകദേശ വില കണക്കാക്കാം. അങ്ങനെയാണ് അദ്ദേഹം പ്രസ്താവിച്ചിരിക്കുന്നത്. Then he developed the place value system. അതായത് സംഖ്യകൾക്ക് സ്ഥാനത്തിനനുസരിച്ച് വില മാറുന്ന രീതിയെ അദ്ദേഹം കണ്ടെത്തി. 1, 10, 100, 1000 ഇങ്ങനെ ഓരോരോ സ്ഥാനവും തൊട്ടു മുൻപുള്ള സ്ഥാനത്തിന്റെ 10 ഇരട്ടിയായിരിക്കും എന്നും അദ്ദേഹം പ്രസ്താവിച്ചു. ഇന്നത്തെ നമ്മുടെ ഡെസിമൽ സിസ്റ്റത്തിന്റെ അടിസ്ഥാനമാണ് ഇത്. He introduced sine, ജ്യ and cosine concept. അതായത് ത്രികോണമിതിയിലെ സൈൻ എന്ന വാക്കിന്റെ ഉത്ഭവം ആര്യഭടന്റെ അർദ്ധജ്യ എന്ന വാക്കിൽ നിന്നാണ്. വൃത്തത്തിന്റെ ഞാണിനെ അദ്ദേഹം ജ്യ എന്ന് വിളിച്ചു. അതിന്റെ പകുതിയെ അർദ്ധജ്യ എന്നും. ഇതാണ് പിന്നീട് അറബിയിലേക്കും ലാറ്റിനിലേക്കും പരിഭാഷപ്പെടുത്തി നമ്മുടെ ഇന്നത്തെ സൈനായി മാറിയത്. ഒന്നും കൂടെ പറയാം. എർത്ത് റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് ആക്സിസ്. Then he generalized solutions for linear Diophantine equation. അതായത് നമുക്ക് പൂർണ്ണസംഖ്യകൾ ഇന്റിജേഴ്സ് മാത്രം വരുന്ന ഇക്വേഷൻസ്, അതായത് ഇന്റിജേഴ്സ് മാത്രം സൊല്യൂഷൻസ് ആയിട്ട് വരുന്ന ഇക്വേഷൻസ് ആണ് ഇവിടെ ഡയോഫന്റൈൻ ഇക്വേഷൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഇക്വേഷൻസിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഒരു മെത്തേഡ്, കുട്ടക മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു മെത്തേഡ് കണ്ടുപിടിച്ചു. ദെൻ പൈയുടെ വാല്യൂ ഏകദേശം അപ്രോക്സിമേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. ദെൻ നമ്മുടെ ഇന്നത്തെ ഡെസിമൽ സിസ്റ്റം പോലെ ഒരു പ്ലേസ് വാല്യൂ സിസ്റ്റം അദ്ദേഹം കണ്ടെത്തി. നാം ഇന്ന് ഉപയോഗിക്കുന്ന സൈൻ എന്ന വാക്കിന്റെ ഉത്ഭവം ആര്യഭടന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. അതാണ് പറഞ്ഞേക്കുന്നത്. ഹി ഇൻട്രൊഡ്യൂസ്ഡ് സൈൻ ആൻഡ് കൊസൈൻ കോൺസെപ്റ്റ്. അടുത്തത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബുക്കാണ് ആര്യഭടീയ. ഒന്ന് ഓർക്കേണ്ടത്, അദ്ദേഹം ഈ പുസ്തകം എഴുതുന്നത് കേവലം അദ്ദേഹത്തിന്റെ 23-ാം വയസ്സിലാണ്. അപ്പോൾ ഇത്രയൊന്ന് ഓർത്തിരിക്കണം. അടുത്തതായി നമുക്ക് ബ്രഹ്മഗുപ്തയുടെ സംഭാവനകൾ പരിശോധിക്കാം. He developed rules for zero. അതായത് 0 ഒരു സ്ഥാനം എന്നതിലുപരി അതിനൊരു മൂല്യമുണ്ടെന്ന് ആദ്യമായി പ്രസ്താവിച്ചത് ബ്രഹ്മഗുപ്തയാണ്.
അദ്ദേഹം പൂജ്യവുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങൾ കൂടെ ലോകത്തിന് നൽകി. ഒരു സംഖ്യയിൽ നിന്ന് അതേ സംഖ്യ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് പൂജ്യമായിരിക്കും ഉത്തരം കിട്ടുന്നത്. അതുപോലെ പൂജ്യത്തെ മറ്റേത് സംഖ്യകൾ കൊണ്ട് ഗുണിച്ചാലും നമുക്ക് പൂജ്യം തന്നെ ഉത്തരം കിട്ടും എന്നും ബ്രഹ്മഗുപ്ത പറഞ്ഞു തന്നു. ഇതിൽ നിന്നും വളരെ ശക്തിയുള്ള ഒരു സംഖ്യയാണ് പൂജ്യം എന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ ബ്രഹ്മഗുപ്തയ്ക്ക് സാധിച്ചു. He developed operations with the negative numbers. ഇവിടെ അദ്ദേഹം നമ്മുടെ പോസിറ്റീവ് നമ്പേഴ്സ് അതിസംഖ്യകളെ സ്വത്ത് എന്നും ന്യൂനസംഖ്യകളെ കടം എന്നുമായിരുന്നു വിളിച്ചിരുന്നത്. അദ്ദേഹം ചില നിയമങ്ങൾ കൊണ്ടുവന്നു. രണ്ട് കടങ്ങൾ തമ്മിൽ കൂട്ടിയാൽ വലിയൊരു കടം കിട്ടുന്നു. അതായത് രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു നെഗറ്റീവ് നമ്പർ കിട്ടുന്നു. പിന്നെ ഒരു കടവും ഒരു സ്വത്തും തമ്മിൽ കൂട്ടിയാൽ അവ തമ്മിലുള്ള വ്യത്യാസം ലഭിക്കുന്നു. അതായത് ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് ആണ് കിട്ടുന്നത്. പിന്നെ രണ്ട് കടങ്ങൾ തമ്മിൽ ഗുണിച്ചാൽ അത് ലാഭമായി മാറുന്നു. അതായത് രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ഇങ്ങനെ ചില നിയമങ്ങളാണ് നമുക്ക് അദ്ദേഹം നൽകിയത്. പിന്നെ he gave the formula for the area of cyclic quadrilateral. അതായത് വൃത്തത്തിനുള്ളിൽ കൃത്യമായി വരയ്ക്കാൻ കഴിയുന്ന ചതുർഭുജങ്ങളായ ചക്രീയ ചതുർഭുജങ്ങൾ ഉണ്ടല്ലോ, ആ ചക്രീയ ചതുർഭുജങ്ങളുടെ ഏരിയ അവരുടെ വശങ്ങൾ മാത്രം തന്നിരുന്നാൽ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു തന്നു. അദ്ദേഹത്തിന്റെ ഫോർമുല ഇതാണ്: ഏരിയ ഈക്വൽ സ്ക്വയർ റൂട്ട് ഓഫ് എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ഇൻറ്റു എസ് മൈനസ് ഡി. ഇവിടെ എ ബി സി ഡി ഇത് ആ ചക്രീയ ചതുർഭുജത്തിന്റെ 4 വശങ്ങളാണ്. അതുപോലെ എസ് എന്ന് പറയുന്നത് നമ്മുടെ സെമി പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവിന്റെ പകുതിയാണ്. ഇവിടെ വശങ്ങളുടെ നീളം മാത്രം അറിഞ്ഞുകൊണ്ട് വൃത്തത്തിനുള്ളിലെ ഒരു ചതുർഭുജത്തിന്റെ വിസ്തീർണം കണ്ടെത്താൻ നമുക്ക് ബ്രഹ്മഗുപ്തയുടെ ഈ ഫോർമുല ഉപയോഗിക്കാം. ഇനി അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ ബുക്കാണ് ബ്രഹ്മസ്ഫുട സിദ്ധാന്തം. ഇതിലൂടെയാണ് അദ്ദേഹം പൂജ്യം ഒരു സംഖ്യയായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ബ്രഹ്മഗുപ്തയുടെ സംഭാവനകൾ: he developed the rules for zero, developed operations with negative numbers and gave the formula for the area of cyclic quadrilateral where area equal square root of s minus a into s minus b into s minus c into s minus d where s is the semi perimeter. അടുത്തതായി ഭാസ്കരാചാര്യർ എന്നും അറിയപ്പെടുന്ന ഭാസ്കരൻ രണ്ടാമന്റെ സംഭാവനകൾ നോക്കാം. He worked on indeterminate equation. അതായത് ഭാസ്കരാചാര്യർ സെക്കൻഡ് ഡിഗ്രി ഇൻഡിറ്റർമിനേറ്റ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാനായി ചക്രവാള മെത്തേഡ് എന്ന രീതിയിൽ ഒരു പുതിയ മെത്തേഡ് കൊണ്ടുവന്നു. എങ്കിൽ എന്താണ് ഇൻഡിറ്റർമിനേറ്റ് ഇക്വേഷൻസ്? സാധാരണ ഒന്നിലധികം ഉത്തരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമവാക്യങ്ങൾ നമുക്ക് കുറവാണ്. എന്നാലും ഒന്നിലധികം ഉത്തരങ്ങൾ വരുന്ന സമവാക്യങ്ങളും ഉണ്ട്. ഒരു ഉദാഹരണം പറയാം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10. ഇതിൽ എക്സിന്റെയും വൈയുടെയും വിലകൾ ഏതൊക്കെയാകും? x1 y9, x2 y8, x3 y7. പിന്നെ ഇങ്ങനെ നമുക്ക് പല സൊല്യൂഷൻസ് കണ്ടുപിടിക്കാം. x.5 y 9.5 വരാം. അങ്ങനെയും ഒരുപാട് സൊല്യൂഷൻസ് കിട്ടും. അങ്ങനെ നമുക്ക് ഇൻഫൈനൈറ്റ് സൊല്യൂഷൻസ് അവിടെ കിട്ടുന്നു. ഇങ്ങനെ ഇൻഫൈനൈറ്റ് സൊല്യൂഷൻസ് ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇൻഡിറ്റർമിനേറ്റ് ഇക്വേഷൻസ് എന്നാണ് പറയുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമുക്ക് രണ്ട് വേരിയബിൾസ് ഉണ്ട്, ഫോർ എക്സാമ്പിൾ എക്സ് ആൻഡ് വൈ. പക്ഷേ എക്സും വൈയും കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരേ ഒരു ഇക്വേഷനെ തന്നിട്ടുള്ളൂ. നമ്മൾ മുൻപ് പറഞ്ഞ പോലെ ഇൻഫൈനൈറ്റ് സൊല്യൂഷൻസ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഇക്വേഷൻസിനാണ് ഇൻഡിറ്റർമിനേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇൻഡിറ്റർമിനേറ്റ് ഇക്വേഷന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് അദ്ദേഹം ചക്രവാള രീതി എന്ന ഒരു പുതിയ രീതി കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഒരു പുതിയ മെത്തേഡ് കൊണ്ടുവന്നു. പിന്നീട് അദ്ദേഹം പറഞ്ഞത് ഡിവിഷൻ ബൈ സീറോ ഈസ് ഇൻഫിനിറ്റി. പൂജ്യം കൊണ്ട് ഏതൊരു സംഖ്യയെ ഹരിച്ചാലും നമുക്ക് കിട്ടുന്ന ഉത്തരത്തെ അദ്ദേഹം കഹാരം അല്ലെങ്കിൽ അനന്തം എന്ന് വിളിച്ചു. കഹാരം അല്ലെങ്കിൽ അനന്തം. അതായത് ഡിവിഷൻ ബൈ സീറോ എന്ന് പറയുന്നത് എപ്പോഴും ഇൻഫൈനൈറ്റ് ആയിരിക്കും. പിന്നെന്താ, അദ്ദേഹം ന്യൂട്ടനും 500 വർഷങ്ങൾക്ക് മുൻപ് ഡിഫറൻഷ്യൽ കാൽക്കുലസിന്റെ അടിസ്ഥാന തത്വങ്ങൾ അവതരിപ്പിച്ചു.
He explained derivatives and instantaneous motion ideas before Newton. അദ്ദേഹം പറഞ്ഞത് ഒരു ഗ്രഹം അതിന്റെ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുമ്പോൾ ഒരു പ്രത്യേക നിമിഷത്തിലെ അതിന്റെ വേഗത, അതിനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. ആ ഒരു പ്രത്യേക നിമിഷത്തിൽ അതിന്റെ വേഗത 0 ആയിരിക്കും. ഇതിനെ നമുക്ക് താൽക്കാലിക ഗതി എന്ന് വിളിക്കാം. ഇതാണ് അദ്ദേഹം കണ്ടെത്തിയത്. അപ്പോൾ ഭാസ്കരാചാര്യരുടെ കണ്ടുപിടുത്തങ്ങൾ: he worked on indeterminate equation, division by zero is infinity, he explained derivatives and instantaneous motion ideas before Newton. ഇനി അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ഗണിതശാസ്ത്ര ഗ്രന്ഥമാണ് ലീലാവതി. തന്റെ മകളായ ലീലാവതിക്ക് ഗണിതം ലളിതമായി പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിലാണ് ഭാസ്കരാചാര്യർ ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. മാധവ ഓഫ് സംഗംഗ്രാമ. സംഗംഗ്രാമ മാധവനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു മലയാളി എന്ന നിലയിൽ നമുക്ക് ഏറെ അഭിമാനിക്കാം. കേരള സ്കൂൾ ഓഫ് ആസ്ട്രോണമി ആൻഡ് മാത്തമാറ്റിക്സിന്റെ സ്ഥാപകനാണ് അദ്ദേഹം. ഇന്നത്തെ കാൽക്കുലസിന്റെ പല അടിസ്ഥാന തത്വങ്ങളും യൂറോപ്പിൽ കണ്ടുപിടിക്കുന്നതിന് 300 വർഷങ്ങൾക്ക് മുൻപേ ഇരിങ്ങാലക്കുടക്കടുത്തുള്ള സംഗമ ഗ്രാമത്തിൽ മാധവൻ കണ്ടെത്തിയിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ സംഭാവനകൾ: ഡെവലപ്ഡ് ഇൻഫൈനൈറ്റ് സീരീസ് ഫോർ കാൽക്കുലേറ്റിംഗ് പൈ. നമ്മുടെ പൈയുടെ മൂല്യം കൃത്യമായി കണക്കാക്കാൻ അദ്ദേഹം ഒരു ഇൻഫൈനൈറ്റ് സീരീസ് വികസിപ്പിച്ചെടുത്തു. പിന്നീട് ഇത് ഗ്രിഗറി ലെബനിസ് സീരീസ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. സീരീസിന്റെ പേര് മറക്കരുത്, ഗ്രിഗറി ലെബനിസ് സീരീസ്. പവർ സീരീസ് ഫോർ സൈൻ ആൻഡ് കൊസൈൻ. അദ്ദേഹം ട്രിഗണോമെട്രിയിലെ സൈൻ കൊസൈൻ ഇതിന്റെ മൂല്യങ്ങൾ കണ്ടെത്താനായി പുതിയ സൂത്രവാക്യങ്ങൾ കണ്ടുപിടിച്ചു. ഇവ പിന്നീട് മാധവ ന്യൂട്ടൺ സീരീസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വളരെ വലിയ കോണുകളുള്ള മൂല്യങ്ങൾ പോലും ലളിതമായ ഗണിതക്രിയകളിലൂടെ കണ്ടുപിടിക്കാൻ ഈ സീരീസ് നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ സീരീസിന്റെ പേര് മറക്കരുത്, മാധവ ന്യൂട്ടൺ സീരീസ്. ഏർലി ഡെവലപ്മെന്റ് ഓഫ് കാൽക്കുലസ്. കാൽക്കുലസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളായ ലിമിറ്റ്സ്, ഡിഫറൻഷിയേഷൻ, ഇന്റഗ്രേഷൻ ഇവയുടെ ആദ്യ രൂപങ്ങൾ മാധവന്റെ കൃതികളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഗ്രഹങ്ങളുടെയും ചന്ദ്രന്റെയും സ്ഥാനങ്ങൾ കൃത്യമായി കണക്കാക്കാൻ അദ്ദേഹം ഗണിതത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനായി അദ്ദേഹം വേണ്വാരോഹം എന്ന പേരിലൊരു കൃതിയും രചിച്ചിട്ടുണ്ട്. കൃതിയുടെ പേര് വേണ്വാരോഹം. ശ്രീനിവാസ രാമാനുജനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ പറയേണ്ടത് അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഡിസംബർ 22 ഇന്ത്യയിലെ ദേശീയ ഗണിതശാസ്ത്ര ദിനമാണ്. കൃത്യമായ പരിശീലനമില്ലാതെ തന്നെ കേവലം ഉൾക്കാഴ്ച കൊണ്ട് ഗണിത ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു പ്രതിഭാശാലിയാണ് ശ്രീനിവാസ രാമാനുജൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സംഭാവനകൾ കൂടുതലായും നമ്പർ തിയറിയിലായിരുന്നു. രാമാനുജൻ സംഖ്യകളെ കേവലം അക്കങ്ങളായി മാത്രമായിരുന്നില്ല കണ്ടത്, അവ അദ്ദേഹത്തിന് സുഹൃത്തുക്കൾ കൂടിയായിരുന്നു. ഓരോ സംഖ്യയ്ക്കും ഓരോ പ്രത്യേകതയുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചു. വലിയ സംഖ്യകളെ വിശകലനം ചെയ്യാനുള്ള പുതിയ രീതികളും അദ്ദേഹം വികസിപ്പിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ സംഭാവനകൾ നോക്കാം. പാർട്ടീഷൻ ഫംഗ്ഷൻ. ഒരു സംഖ്യയെ എത്ര വ്യത്യസ്ത രീതികളിൽ തുകയായി എഴുതാം എന്നതിനെയാണ് പാർട്ടീഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 3നെ നമുക്ക് 3 രീതിയിൽ എഴുതാം. കേവലം 3ആയി മാത്രം, പിന്നെ 2+1, 1+1+1 അങ്ങനെ 3 രീതിയിൽ എഴുതാം. സംഖ്യ വലുതാകുമ്പോൾ അതിന്റെ പാർട്ടീഷനുകളുടെ എണ്ണം കണ്ടെത്തുന്നത് വളരെ പ്രയാസകരമാണ്. എന്നാൽ രാമാനുജനും അദ്ദേഹത്തിന്റെ സുഹൃത്തായ GH ഹാർഡിയും ചേർന്ന് ഇത് വേഗത്തിൽ കണക്കാക്കാനുള്ള ഒരു ഏകദേശ സൂത്രവാക്യം അല്ലെങ്കിൽ അസിംപ്റ്റോട്ടിക് ഫോർമുല കണ്ടെത്തി. അടുത്തത് രാമാനുജൻ പ്രൈം. നമ്മുടെ പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകളുടെ വിതരണത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹം കണ്ടെത്തിയ പ്രത്യേക തരം അഭാജ്യ സംഖ്യകളാണ് രാമാനുജൻ അഭാജ്യ സംഖ്യകൾ അഥവാ രാമാനുജൻ പ്രൈം എന്ന് പറയുന്നത്. ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ എത്ര അഭാജ്യ സംഖ്യകൾ ഉണ്ടാകുമെന്ന് കൃത്യമായി പ്രവചിക്കാൻ ഇത് സഹായിക്കുന്നു. അടുത്തത് രാമാനുജൻ തീറ്റ ഫംഗ്ഷൻ. വളരെ സങ്കീർണമായ ഒരു ഗണിത ഫംഗ്ഷനാണ് രാമാനുജൻ തീറ്റ ഫംഗ്ഷൻ. അദ്ദേഹത്തിന്റെ നോട്ട്ബുക്കുകളിൽ ഇത്തരം നിരവധി ഫംഗ്ഷനുകൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ഇന്ന് ഇത് ഭൗതിക ശാസ്ത്രത്തിൽ, അതായത് സ്ട്രിംഗ് തിയറി, ബ്ലാക്ക് ഹോൾ ഈ ഒരു ഭാഗങ്ങളിൽ വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്.
He discovered many complex mathematical identity. ആരും ചിന്തിക്കാത്ത തരത്തിലുള്ള സങ്കീർണ ശ്രേണികളും സമവാക്യങ്ങളും അദ്ദേഹം കണ്ടെത്തി. അതിനൊരു ഉദാഹരണമാണ് പൈയുടെ മൂല്യം വളരെ വേഗത്തിൽ കണക്കാക്കാൻ സഹായിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു സീരീസ് ഉണ്ട്. ഇന്നും കമ്പ്യൂട്ടറുകളിൽ ആ സീരീസ് ഉപയോഗിക്കുന്നുണ്ട്. അദ്ദേഹം കൂടുതലായും GH ഹാർഡി എന്ന ഗണിതശാസ്ത്രജ്ഞനുമായി യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ശ്രീനിവാസ രാമാനുജനെ കുറിച്ച് പഠിക്കുമ്പോൾ നാം ഓർത്തിരിക്കേണ്ട മറ്റൊരു വസ്തുതയാണ് രാമാനുജൻ നമ്പർ. The number 1729 is famously known as the Hardy-Ramanujan number. 1729 എന്ന നമ്പറിനെ നമ്മൾ ഹാർഡി രാമാനുജൻ നമ്പർ അല്ലെങ്കിൽ രാമാനുജൻ നമ്പർ എന്ന ഓമന പേരിട്ടാണ് വിളിക്കുന്നത്. ഇതിന്റെ പിന്നിലൊരു കഥയുണ്ട്. 1918 രാമാനുജൻ ലണ്ടനിലെ ഒരു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. അദ്ദേഹത്തെ കാണാനായി സുഹൃത്തായ GH ഹാർഡി അവിടെ എത്തി. താൻ വന്ന ടാക്സിയുടെ നമ്പർ 1729 എന്നതാണെന്നും അതൊരു ഡൾ നമ്പർ അല്ലെങ്കിൽ ഒരു സാധാരണ സംഖ്യയാണെന്നും ഹാർഡി വെറുതെ പറഞ്ഞു. ഇത് കേട്ട രാമാനുജൻ ഉടൻ മറുപടി നൽകി. രണ്ട് സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയായി രണ്ട് വ്യത്യസ്ത രീതികളിൽ എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണത്. അതായത് 1729 നമുക്ക് 1 ക്യൂബ് പ്ലസ് 12 ക്യൂബ് എന്നും എഴുതാം, 9 ക്യൂബ് പ്ലസ് 10 ക്യൂബ് എന്നും എഴുതാം. ഇങ്ങനെ രണ്ട് വ്യത്യസ്ത രീതികളിൽ രണ്ട് നമ്പേഴ്സിൻ ക്യൂബിന്റെ സമ്മായിട്ട് എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ നമ്പറാണ് 1729 എന്ന് പറയുന്നത്. അപ്പൊ ഇതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക.